ഇതെൻ്റെ പൊങ്ങമംഗലാണ് കേട്ടോ. നമ്മൾ ഈ മലയോര പ്രദേശത്ത്, അതായത് കാസർഗോഡ് ജില്ലയിലെ വടക്കൻ ജില്ല ആയതുകൊണ്ട് നമ്മളിങ്ങനെയല്ലാന്ന് പറയുക പൊങ്ങമംഗല. ഇപ്പോൾ വാളകാപ്പ് പറയുക. അപ്പോൾ ആദ്യം നമുക്ക് 7-ാം മാസമെല്ലാം ആകുമ്പോൾ അല്ലെങ്കിൽ 9-ാം മാസമെല്ലാം ആകുമ്പോൾ പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യാത്. ഭർത്താവിൻ്റെ അമ്മ മധുരവും പുളിയ് എരിവെല്ലാം കൂട്ടിയിട്ട് നമുക്ക് കുറേ പലഹാരങ്ങളെല്ലാം വിളമ്പിത്തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടെങ്കിൽ നമ്മളമ്മ പിന്നെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാം നമുക്കിത് ചെയ്തു തരും. പിന്നെ ഇതേപോലെ വെച്ച് തരുന്ന ആവിലെല്ലാം പുതിയ സാരിയെല്ലാം ഉടുത്തിട്ട് നമ്മളിങ്ങനെ പിന്നെ പൂജാമുറിയിൽ മുമ്പിൽ പല വെച്ചിരുന്നിട്ട് നമ്മളടുത്തൊരു പിന്നെ ഒരു പെൺകുട്ടീനെ ഇരുത്തിയിട്ട് അരിയെല്ലാം ഇങ്ങനെ ഒഴിയുന്ന പോലെ അങ്ങനെ ഒരു ചടങ്ങാണ് കേട്ടോ അത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാതെ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായത്. അപ്പം അവിടുന്ന് ചെയ്തതാണ്. അപ്പം ഭർത്താവിൻ്റെ റിലേറ്റീവായ കുട്ടിയാണ് എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായത്. പിന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഒരു സമയം മുഹൂർത്തം അങ്ങനെ കണ്ടിച്ചാണ് ചെയ്യുക. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു ഈ പരിപാടി ഉണ്ടായത്. അപ്പം കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് അവിടെ എല്ലാം വന്നിട്ട്. എൻ്റെ റിലേറ്റീവ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ, ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ, എല്ലാ ആൾക്കാരെല്ലാം ഉണ്ട്. എൻ്റെ മോളും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ അപ്പം ഇങ്ങനെ തിന്നിട്ട് എറിയുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ പുറത്തേക്ക് നമ്മൾ എറിയണം. ഇത് വേറെ കൊതി അങ്ങനത്തെ ഒന്നും കൂടാണ്ടിരിക്കുന്ന വിശ്വാസമാണ്. പിന്നെ നമുക്ക് കുറേ ഇലയിട്ടിട്ട് നമുക്ക് കുറേ വിളമ്പി തരും. ഭക്ഷണം വിളമ്പാതെ അപ്പങ്ങൾ തന്നെ ഇങ്ങനെ വിളമ്പി തന്നിട്ട് വയറ് നിറച്ച് തിന്നാൻ വേണ്ടിയിട്ടില്ല, നമ്മളെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ചോറ്, എന്താണ് കറി വെച്ച് ചിലപ്പോൾ നോൺ വെജെല്ലാം ഉണ്ടാവും, അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ചോറ് തരും ഇവിടുന്ന്. വേണമെങ്കിൽ കഴിക്കാം. പായസം ഉണ്ടാവും കൂട്ടത്തിൽ. അപ്പോൾ ആ കുട്ടിക്കും അതേപോലെ വിളമ്പും. നമ്മളവിടെ ഇരുന്നിട്ട് കഴിക്കും. എന്നിട്ട് കുറച്ചൊന്ന് കഴിച്ചിട്ട് എണീച്ചിട്ട് പുറത്തേക്ക് വരും. പിന്നെ സാരി ഉടുത്തിട്ട് നമുക്കിരിക്കാം, അങ്ങനെ സാരി ഉടുക്കാതെ ഇരിക്കാം. പുതിയതൊരു കോടി ഉടുക്കണം എന്നേ ഇല്ല, നമ്മളിങ്ങനെ കോടി ഉടുക്കുന്നതെന്നാണ് പറയുക. അപ്പം അങ്ങനെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങളങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആരും വന്നിട്ട് അങ്ങനെ ചെയ്യൂല. എല്ലാം അധികം പെണ്ണുങ്ങളാണ് ഉണ്ടാവുക. അപ്പം പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുക? ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവലുണ്ടോ? എത്ര മാസത്തിലാണ് നടത്തുക? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ.